പുനേർകുളം മന്നലാംകുന്ന് പ്രദേശവാസികളുടെ പ്രതിഷേധങ്ങൾക്ക് കരുത്ത് പോരാ. ദേശീയപാത നിർമ്മാണത്തിൽ അടച്ചുകെട്ടപ്പെട്ട നിലയിൽ മന്നലാംകുന്ന് ദേശം. തുടക്കം മുതൽ മന്നലാംകുന്നിനോട് അവഗണന കാണിച്ച് നിർമ്മാണം നടത്തി ദേശീയപാത അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം ഉയരുന്നു. ചാവക്കാട് പുതുപ്പൊന്നാനിക്കിടയിൽ പാലപ്പെട്ടി, മന്നലാംകുന്ന്, എടക്കഴിയൂർ എന്നിവിടങ്ങളിൽ 3 സ്ഥലങ്ങളിൽ മാത്രമാണ് PWD റോഡ് ദേശീയപാതയിൽ വന്നു ചേരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് കൊച്ചന്നൂർ മന്നലാംകുന്ന് റോഡ്. മറ്റ് 2 സ്ഥലങ്ങളിലും പാലം നിർമ്മിച്ച് അടിപ്പാത സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ മന്നലാംകുന്നിൽ ഇത്തരത്തിലുള്ള ഒരു സൗകര്യവും ഒരുക്കിയിട്ടില്ല. നിരവധി ആളുകൾക്ക് ഏറെ പ്രയോജനം ഉള്ള ഇവിടം പാലം പണിത് അടിപ്പാത നിർമ്മിക്കണമെന്ന് നിരവധി തവണ നാട്ടുകാർ പണികൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് പരാതികളും പ്രതിഷേധങ്ങളും നടത്തുകയും ചെയ്തിരുന്നുവെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ജനകീയ സമിതി രൂപീകരിച്ച് സമര നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് NK അക്ബർ MLA തന്റെ ശ്രമഫലമായി പ്രശ്നപരിഹാരം കണ്ടെത്തിയതും അടിപ്പാത നിർമ്മിക്കുവാനുള്ള അനുവാദം ലഭിച്ചതും. ഇത് സംബന്ധിച്ച മന്ത്രി അടക്കമുള്ളവർ പൊതുവേദിയിൽ പ്രഖ്യാപനവും ചെയ്തു. ഇതോടെ സമരസമിതിയുടെ പ്രതിഷേധ പരിപാടികൾ നിർവീര്യമാവുകയും റോഡ് അടച്ചുകെട്ടി മന്നലാംകുന്നിനപ്പുറം ബദർപള്ളിയിൽ പാലം പണി നടത്തുകയും ചെയ്തു. ഫലത്തിൽ മന്നലാംകുന്ന് നിവാസികളുടെ സ്വപ്നമായി അടിപ്പാത മാറി. അന്നത്തെ MP ആയിരുന്ന TN പ്രതാപനും വിഷയത്തിൽ ഫലപ്രദമായി ഇടപെട്ടില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. വിഷയത്തിൽ MLAയും MPയും ഭായി നയമാണ് സ്വീകരിച്ചതെന്നും ആരോപണമുയർന്നു. പിന്നീട് വന്ന MPയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയോട് ചെറിയ വാഹനങ്ങൾ കടന്നുപോകാനുള്ള സൗകര്യം ഒരുക്കിത്തരണമെന്നാവശ്യപ്പെട്ട് ഭീമഹർജി നൽകിയെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഉദ്യോഗസ്ഥയോഗം മാത്രം ചേരുകയാണുണ്ടായതെന്ന് പറയുന്നു. ഫലത്തിൽ ദേശീയപാത അധികൃതർ മന്നലാംകുന്നിനോട് തീർത്തും ചിറ്റമ്മ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. സ്പീഡ് ട്രാക്കിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു പ്രവേശനവും ഒരുക്കിയിട്ടില്ല. പൊന്നാനിയിൽ നിന്ന് മന്നലാംകുന്ന് ബീച്ചിലേക്ക് വരുന്ന ഒരാൾക്ക് 3 കിലോമീറ്റർ അപ്പുറം പെരിയമ്പലത്ത് ഇറങ്ങി ബദർപള്ളി അണ്ടർപാസ് വഴി കറങ്ങി വേണം ബീച്ചിലെത്താൻ. ചാവക്കാട് നിന്ന് വരികയാണെങ്കിൽ 5 കിലോമീറ്റർ അപ്പുറത്താണ് സർവീസ് റോഡിലേക്ക് ഇറങ്ങുവാനുള്ള പോയിന്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഹൈവേ അധികൃതരുടെ ഇത്തരത്തിലുള്ള നടപടികൾക്ക് പിന്നിൽ രഹസ്യനീക്കം നടന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രതിഷേധിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇതിനെതിരെ ഒരു പ്രതിഷേധവും നടത്താതിരിക്കുന്നത് സാധാരണ ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമാണ്. നാട്ടിലുള്ള ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ഒരു നാടിന്റെ വികസനത്തെയും നേരിട്ട് ബാധിക്കുന്ന പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കാൻ മുന്നിട്ടിറങ്ങാതെ മുന്നണികൾ തമ്മിൽ പരസ്പരം പഴിചാരി മുന്നോട്ടു പോകുന്നത് അപഹാസ്യമെന്നാണ് ഉയരുന്ന ആക്ഷേപം.